ആസ് യൂഷ്വൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇന്നത്തെ എന്താണെന്ന് നോക്കിയാലോ. ശിവ ഷഫിൾ കാർഡ്സ് ആണ് കേട്ടോ. ഇത് തിരിഞ്ഞൊന്നും എടുക്കുന്നില്ല. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും പാഷനേറ്റായിട്ട് ഒരു സ്നേഹം അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതിനു മുന്നേ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ബൈ ലൈയിങ് ഐ റിപ്റ്റസ് അപ്പാർട്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് അവർക്ക് കേട്ടോ. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സ്റ്റാറ്റസ്, അങ്ങനത്തെ റിലീജിയൻ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും കേട്ടോ. അതിനെപ്പറ്റി അവർ ബോധേഡാണ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം രണ്ടുപേരും തന്നെ സഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്നും കാണുന്നു. ഐ ഹാവൻറ്റ് ടോൾഡ് യു എവറിത്തിങ്. അവരെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ്, ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ പലതും ഉള്ളൂ. ഓക്കെ, ഇനി ടാരോ. ഏസ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്, ടെൻ ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്. ഓക്കെ, ഈ രാവിലത്തെ മെസ്സേജസിൽ കൂടുതലായിട്ടും ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. കാരണം അടുത്തുള്ളവർക്ക് സംസാരിക്കാനും കാണാനും ഒക്കെ സൗകര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ടും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും മെസ്സേജസിൽ കണക്ട് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു കോൾ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു കോളോ മെസ്സേജോ നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. എന്തെങ്കിലും രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് കാർഡ്സ് നമുക്ക് ന്യൂ ബിഗിനിങ്ങിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ പ്രോജക്റ്റോ ഒരു പുതിയ ജോലിയോ ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ അങ്ങനെ എന്തോ ആയിട്ട് ഒരു പുതിയ തുടക്കം അവർക്ക് അവരുടെ ലൈഫിൽ ജോലി സംബന്ധമായിട്ട് എന്തോ നടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ജോലി ചെയ്യുന്ന മറ്റൊരു സ്ഥലത്താണ്. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് അവരെ ബോധർ ചെയ്യുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണാൻ അവർ വരുന്നതാണ്, പക്ഷേ അല്പം ക്ഷമിക്കണമെന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ജോലി തിരക്കുണ്ട്. നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു ജോലിയിലായിരിക്കും. അതിൻ്റെ തിരക്ക് അവർക്കുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരം കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.